ഹായ് ഗൈസ്. സോ ഇപ്പോൾ നമ്മുടെ ലോഗിൻ ഫോമിന് ലോഗിൻ മ്യൂട്ടേഷൻ ആക്സസ് ചെയ്യാനുള്ള സംഭവങ്ങൾക്ക് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി അത് കോൾ ചെയ്യാനായിട്ട് നമുക്ക് this.props.mutate എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യണം. പക്ഷേ അതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിരുന്നു ഇമെയിലും പാസ്വേഡും ക്വറി വേരിയബിൾസ് ആയിട്ട് തന്നെ പാസ് ചെയ്യേണ്ടതുണ്ടെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ വാല്യൂസ് എല്ലാം എവിടെ കിടക്കുന്നതെന്ന് വെച്ചാൽ ഓത്ത് ഫോം കമ്പൗണ്ടിൻ്റെ സ്റ്റേറ്റിലാണ് കിടക്കുന്നത്. ഇവിടെ ചെക്ക് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും, ഇവിടെയാണ് കിടക്കുന്നത്. ഓക്കെ, സോ അത് പാരൻ്റായ ലോഗിൻ ഫോമിലേക്ക് നമുക്ക് അങ്ങോട്ട് പാസ് ചെയ്യണം. ഇത് റിയാക്റ്റ് സാധാരണമായ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ വഴി നമുക്ക് വർക്ക് ചെയ്യിച്ചെടുക്കാം. ഓക്കെ, സോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ലോഗിൻ ഫോം നമുക്ക് ഓപ്പൺ ചെയ്യാം. ലോഗിൻ ഫോമിൽ ഞാനൊരു ഫംഗ്ഷൻ എഴുതാണ്. ഇവിടെ ഓൺ സബ്മിറ്റ് എന്നും പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ചുമ്മാ എഴുതി വെച്ചു. എന്നിട്ട് ഇതിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 2 വാല്യൂസാണ്, ഇമെയിൽ, പാസ്വേഡ്. ഓക്കെ, എന്നിട്ട് ഇത് ആരോ ഫംഗ്ഷനാണ്. ഓക്കെ, ഇനി ഞാൻ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ഈ ഫംഗ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് മ്യൂട്ടേഷൻ കോൾ ചെയ്യണം. സോ ഞാനത് കോൾ ചെയ്യണം. ഇവിടെ this.props.mutate എന്ന് പറഞ്ഞ് കോൾ ചെയ്യണു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാനൊരു ഓപ്ഷൻസ് ഒബ്ജക്റ്റ് പാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ വേരിയബിൾസ് പ്രോപ്പർട്ടി കൊടുക്കുകയാണ്. വേരിയബിൾസ് അതിൻ്റെ ഉള്ളിൽ ഞാൻ നമുക്ക് ആവശ്യമുള്ള പ്രോപ്പർട്ടി ഞാൻ കൊടുക്കണം. ഇമെയിലുണ്ട്, നമ്മുടെ കയ്യിൽ പാസ്വേഡുണ്ട്. ഓക്കെ, ഇനി ഈ ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യണം, നമ്മൾ കോൾ ചെയ്യുന്നില്ല എവിടെയും. സോ അത് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓത്ത് ഫോമിൽ എന്ത് ചെയ്യാൻ പോകുമെന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്രോപ്സ് ആയിട്ട് പാസ് ചെയ്യാം. ഓക്കെ, ഓൺ സബ്മിറ്റ് ഈക്വൽ ടു this dot on submit dot bind of this. ഞാൻ ബൈൻഡ് ചെയ്തു. സേവ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എക്സ്പോർട്ട്, ഇത് കറക്റ്റാണ്. ഓക്കെ, ഇവിടെ ബേസിക്കലി ഓൺ സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ലോഗിൻ ഫോമിൽ നമ്മൾ എഴുതിയിരിക്കുന്നൊരു കോൾ ബാക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ this.props.mutate നമ്മൾ വിളിച്ചതെന്ന് വെച്ചാൽ അപ്പോളോയിൽ മ്യൂട്ടേഷൻ കോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നു. വേരിയബിൾസ് ഇമെയിൽ പാസ്വേഡ് ചെയ്തതെന്ന് വെച്ചാൽ GraphQLൻ്റെ ക്വറി വേരിയബിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഓത്ത് ഫോമിൽ നിന്ന് കോൾ ബാക്ക് വിളിക്കേണ്ടതുണ്ട്. സോ ഇപ്പോൾ നമ്മുടെ ഓത്ത് ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറൻ്റ്ലി ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ലോഗിൻ ഫോമിൽ നിന്ന് പാസ് ചെയ്ത് ഓൺ സബ്മിറ്റ് പ്രോപ്സ് നമുക്ക് വിളിക്കേണ്ടതുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഫോമിന് ഒരു ഓൺ സബ്മിറ്റ് കൊടുക്കുകയാണ്. ഓൺ സബ്മിറ്റ്, എന്നിട്ട് ഞാൻ എഴുതാണ് this.on submit dot bind of this. ഓക്കെ, എന്നിട്ട് നമ്മളിത് എഴുതി. ഇവിടെ this.on submit ഓത്ത് ഫോമിലെ ഫംഗ്ഷൻ ലോഗിൻ ഫോമിൽ നിന്നുള്ളൊരു പ്രോപ്സാണ്. this.props.submitനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഓത്ത് ഫോമിൽ നമ്മൾ ഹാൻഡിൽ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എഴുതാണ് ഓൺ സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഇവൻ്റ് പാസ് ചെയ്യണം. ഓൺ സബ്മിറ്റ് എഴുതി. എന്നിട്ട് നമ്മളിവിടെ ഈ ഇവൻ്റ് തൊട്ടിട്ട് event.prevent ഡീഫോൾട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ഇതെന്തിനാണെന്ന് വെച്ചാൽ പേജ് റീലോഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആ പാരൻറ്റ് പ്രോപ്സിനെ ഫംഗ്ഷനെ വിളിക്കുകയാണ്. അപ്പോൾ this.props.on submit ഓഫ്. ഇനി നമുക്ക് ഇവിടെ 2 ഇമെയിലും പാസ്വേഡാണ് പാസ് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡയറക്റ്റ്ലി പാസ് ചെയ്യുകയാണ് this.state എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ this.stateൽ ഡയറക്റ്റ്ലി എന്ന് വെച്ചാൽ ഒബ്ജക്റ്റായിട്ട് ഇമെയിലും പാസ്വേഡ് പാസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഹാൻഡിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ event.prevent default നമ്മൾ ഫോം ഡീഫോൾട്ട് സബ്മിഷൻ ഒഴിവാക്കാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത്. പിന്നെ this.props.on submit എന്ന് പറഞ്ഞാൽ
അതിൽ നമ്മൾ പറഞ്ഞു ആ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ലൈക്ക് പാസ് ചെയ്യുന്നുണ്ട് ആർഗ്യുമെൻ്റായിട്ട് സ്റ്റേറ്റ് ദിസ് ഡോട്ട് സ്റ്റേറ്റ് പാസ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റേറ്റിൽ ഇമെയിൽ പാസ്വേഡ് ഉണ്ട്, സ്റ്റേറ്റ് ഒബ്ജക്റ്റിലാണ് പാരൻറ്റിലേക്ക് നമ്മൾ അയക്കുന്നുണ്ട്. സോ ഇത് റിയാക്റ്റിൻ്റെ ഡാറ്റ ഫ്ലോസ് ഡൗൺ ആക്ഷൻ ഫ്ലോ അപ്പ് എന്ന പാറ്റേൺ ആണ് ഉപയോഗിക്കുന്നത്. ശരിക്കും ഡാറ്റ ഫ്ലോ ഡൗണും ആക്ഷൻ ഫ്ലോ അപ്പ് എന്ന പാറ്റേൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് റിയാക്റ്റിൻ്റെ. ഓക്കെ, ഇനി നമുക്കെന്ന് വെച്ചാൽ ഓത്ത് ഫോമിൽ സ്റ്റേറ്റ് ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ്ലി ഇവിടെ പാസ് ചെയ്യുന്നത് ദിസ് ഡോട്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ്ലി കൊടുക്കുന്നത്. ഓക്കെ, സോ ലോഗിൻ ഫോമിൻ്റെ കോൾ ബാക്കിൽ അതിൽ നിന്ന് ഡീസ്ട്രക്ചർ ചെയ്ത് മ്യൂട്ടേഷനിൽ പാസ് ചെയ്യേണ്ട ക്വറി വേരിയബിൾസ് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇവിടെ ഇമെയിലും പാസ്വേഡും ഡയറക്റ്റ്ലി നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ പ്രൊഡക്ഷനിലൊക്കെ സ്റ്റേറ്റ് ഒബ്ജക്റ്റ് മ്യൂട്ടേറ്റ് ചെയ്യുന്നത് നല്ല പ്രാക്ടീസ് അല്ല. സോ അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഡീസ്ട്രക്ചർ ചെയ്യണം. നിങ്ങൾ പ്രൊഡക്ഷനിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കോഡൊക്കെ ഫിക്സ് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് ഇങ്ങനെ സ്റ്റേറ്റ് പാസ് ചെയ്യാണ്ട് ഇതിട്ട് ഇമെയിലും പാസ്വേഡ് ഡീസ്ട്രക്ചർ ചെയ്തെടുത്തതിന് ശേഷം ആ കറസ്പോണ്ടിങ് വാല്യൂസ് പാസ് ചെയ്യണം കുറച്ചും കൂടി നല്ലത്. പക്ഷേ ഞാനിവിടെ ഇങ്ങനെ ഡയറക്റ്റ് പാസ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, സോ ഇത് റിയാക്ട് സ്റ്റേറ്റിന് ഡയറക്റ്റായി മ്യൂട്ടേറ്റ് ചെയ്യാതെ വാല്യൂസ് മാത്രം അയക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ഡീസ്ട്രക്ചർ ചെയ്ത് പാസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ പ്രൊട്ടക്ഷനിൽ. ഓക്കെ, ഇനി നമുക്കെന്ന് വെച്ചാൽ ഓത്ത് ഫോം ഇൻപുട്സിൽ ലേബിൾസ് ഞാനിവിടെ നോക്കി നമ്മളിവിടെ ചേഞ്ച് ചെയ്ത് വെച്ചാൽ ഞാൻ ലേബിൾസൊക്കെ എടുത്ത് മാറ്റിയിട്ട് എന്നിട്ട് പ്ലേസ് ഹോൾഡർ കൊടുത്തു. തൽക്കാലം ഇപ്പോൾ ഇമെയിലും പാസ്വേഡും എന്നുള്ളൊരു പ്ലേസ് ഹോൾഡറാണ് കൊടുത്തേക്കുന്നത്. ആ ലേബിൾസിൽ ഞാൻ ലേബിൾസ് വേണമെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. ഞാൻ റിമൂവ് ചെയ്തില്ല, കണ്ടൻറ്റ് പേര് മാത്രം അവിടെ ഞാൻ റിമൂവ് ചെയ്ത് വെച്ചു. ഓക്കെ, പിന്നെ ഞാനിവിടെ ടൈപ്പ് പാസ്വേഡ് കൊടുത്തിരുന്നു. ടൈപ്പ് പാസ്വേഡ് ഉപയോഗിക്കുന്നത് വെച്ചാൽ പാസ്വേഡ് കാണാണ്ടിരിക്കാൻ വേണ്ടി ഡോട്ടായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈപ്പ് പാസ്വേഡ് കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫ്ലോ എങ്ങനെ വർക്ക് ആവുന്നുണ്ടോ. അപ്പോൾ ഞാൻ സേവ് ചെയ്തിട്ട് നമ്മുടെ ബ്രൗസറിൽ പോയിട്ടൊന്ന് റീലോഡ് ചെയ്യാം. റീലോഡ് ചെയ്തപ്പോൾ ഫെയിൽ ആവുന്നുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം എന്താ ഫെയിലായി എന്നുള്ളത്. ലോഗിൻ ഫോം സിൻടാക്സ് എറർ ഉണ്ട്. നമ്മൾ എഴുതി ഇത്തിരി നമ്മൾ ആരോ ഫംഗ്ഷൻ ആക്കണ്ട, കാരണം ക്ലാസ് കമന്റ് ആണല്ലോ. എന്നിട്ടൊന്ന് സേവ് ചെയ്യാം. എന്നിട്ടൊന്ന് റീലോഡ് ചെയ്യാം. ഓക്കെ, അതായത് ആരോ ഫംഗ്ഷൻ ആയിരുന്നു, അത് ഞാൻ റിമൂവ് ചെയ്ത് നോർമൽ ഫംഗ്ഷൻ ആക്കി, കാരണം നമ്മൾ ബൈൻഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കി. എന്നിട്ട് ഇപ്പോൾ ലോഗ് ഔട്ടാണ്, ഓൾറെഡി ലോഗിൻ ആണ്. അപ്പോൾ ഞാൻ ലോഗ് ഔട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് നെറ്റ്വർക്കിൽ പോയിട്ട് ഞാൻ അത് ക്ലിയർ ചെയ്യാം. കറൻ്റ്ലി നമ്മൾ എഴുതിയത്. ഇനി നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം ലോഗിൻ ചെയ്തിട്ട്. സോ ഞാനിവിടെ test@dlst.com ലോഗിൻ മെയിൽ ഐ ഡി അത് കൊടുത്തു, പാസ്വേഡ് നമ്മൾ കൊടുത്തു. കറണ്ട് കേസിൽ കറസ്പോണ്ടിങ് പാസ്വേഡ് എന്താണ് ഞാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ്. സോ ഇത് തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇപ്പം. എന്നിട്ട് ഒന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. സോ സബ്മിറ്റ് ചെയ്താൽ മനസ്സിലാവുന്നുണ്ട് നമ്മൾ ലോഗിൻ വർക്ക് ആവുന്നുണ്ട് കറൻ്റ്ലി. സോ നമുക്ക് കറസ്പോണ്ടിങ് ലോഗിൻ സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഈ ഡാറ്റ കിട്ടുന്നത് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ലോഗിൻ നമ്മൾ സക്സസ് ആയാലും ഹെഡറിൽ നമ്മൾ അത് ചേഞ്ച് ആവുന്നില്ല കറൻ്റ്ലി. ഓക്കെ, അത് ഇപ്പോൾ നമ്മൾ ലോഗിൻ ആയി കഴിഞ്ഞാൽ തിരിച്ച് ഈ ബട്ടണല്ല കാണിക്കുന്നത്, ലോഗൗട്ട് ബട്ടണാണ് കാണിക്കുന്നത്. പക്ഷേ അത് അത് ചേഞ്ച് ആവാത്ത കാരണം വെച്ചാൽ ഹെഡർ കമ്പോണൻറ്റ് കറണ്ട് യൂസർക്ക് ഒരു കറണ്ട് യൂസറിൻ്റെ കുറേ റീഫെച്ച് ചെയ്തിട്ടില്ല. സ്റ്റേറ്റ് ഇപ്പോഴും പഴയ തന്നെ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ റീഫെച്ച് ക്വറീസ് ഹെൽപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ക്വറി ഒന്നും കൂടി എടുത്ത് ഹെഡർ വാലിഡേറ്റ് ചെയ്യേണ്ടതുണ്ട്, ലോഗിൻ ആയോ ഇല്ലയോ എന്നുള്ളതൊക്കെ. ഓക്കെ, സോ ഞാനിവിടെ വെച്ച് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. ഇതിൻ്റെ ഈ സെക്ഷൻ ലൈക്ക് ലോഗിൻ ആയ ശേഷം റീഫെച്ച് ക്വറീസൊക്കെ യൂസ് ചെയ്ത് ഹെഡർ അപ്ഡേറ്റ് ചെയ്യണമൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഗോ ത്രൂ ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ വെച്ച് ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യണം. താങ്ക്സ് എ ലോട്ട്, ബൈ.